സജു ചാമക്കാൽ ബംഗളൂരുവിൽ ചേരുന്നുണ്ട്. സജു, ബംഗളൂരുവിലെ ഹോട്ടലുകളാണ് ആദ്യം, അതിന് പിന്നാലെ ചെന്നൈ, മുംബൈ ഒക്കെ വന്നെങ്കിലും ഈ സിലിണ്ടറുകൾ കിട്ടാനില്ലാത്ത പശ്ചാത്തലം ഉണ്ടാവുകയാണെങ്കിൽ ഹോട്ടലുകൾ അടച്ചിടേണ്ട അവസ്ഥ ഉണ്ടാകും എന്നുപോലും അവർ പറയുകയാണ്. സജു, കാശ്മീർ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇന്നലെ ബംഗളൂരുവിലെ ഹോട്ടൽ ഉടമ അസോസിയേഷൻ തീരുമാനിച്ചത് ഇന്ന് മുതൽ അവർ പൂർണ്ണമായിട്ടും ഹോട്ടലുകൾ അടച്ചിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ്. പക്ഷേ ഇന്ന് രാവിലെ അവർ ആ തീരുമാനം മാറ്റുകയായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ സിലിണ്ടർ ഉള്ള ഹോട്ടലുകൾ തുറന്നു പ്രവർത്തിക്കാം എന്നുള്ള ചില തീരുമാനത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഭാഗികമായിട്ടുള്ള ഒരു അടച്ചിടൽ നടപടികളിലേക്കാണ് ഇപ്പോൾ അവർ നീങ്ങിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും വലിയ തോതിലുള്ള പ്രതിസന്ധി ഇപ്പോൾ ബംഗളൂരുവിലെ, പ്രത്യേകിച്ച് ബംഗളൂരു നഗരത്തിലടക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. മലയാളികളടക്കം നമ്മൾ രാവിലെ പ്രതികരിച്ച മലയാളികളടക്കം വ്യക്തമാക്കുന്നത് അത് തന്നെയാണ്. പ്രത്യേകിച്ച് 3 ദിവസത്തിനാണ് മാത്രമായി കൂടിയിരിക്കുന്നത്. 250-ലധികം രൂപയായിരുന്നു കഴിഞ്ഞ 3 ദിവസം മുൻപ് വരെ. 1850 വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറുടെ വിലയെങ്കിൽ ഇപ്പോൾ അത് 2100 രൂപയിലേക്ക് എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സിലിണ്ടറുകൾ ബുക്ക് ചെയ്തിട്ട് അത് ലഭിക്കുന്നതിനുള്ള കാലതാമസവും വർദ്ധിച്ചിരിക്കുകയാണ്. നേരത്തെ 4 മണിക്കൂറിനുള്ളിൽ ലഭിക്കേണ്ട സിലിണ്ടറുകൾ ഇപ്പോൾ 2 ദിവസം 3 ദിവസം എടുത്തിട്ടാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അത്തരത്തിൽ വലിയ തോതിലുള്ള പ്രതിസന്ധികൾ ഇവർ അനുഭവിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും കിട്ടാൻ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ കരിഞ്ചന്തയിൽ പുഴുത്തപ്പുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ ശ്രദ്ധിക്കുക കൂടിയാണ് കേട്ടോ ഈ സമയത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.